തൂവാനത്തുമ്പികളല്ല, ഷൂട്ടിംഗ് പോലും ഞങ്ങളെ കാണാൻ അനുവദിക്കില്ല. തൂവാനത്തുമ്പിള് വേറെ പടം. ആ രഹസ്യം ഇവിടത്തോട് മണ്ണോട് അടിയാണ്. അപ്പൊ നമ്മള് ചിക്കൻ കറി മാറി മുട്ടക്കറി വന്നാൽ രാത്രി പടം നിൽക്കാൻ പോണെന്നാണ് ഏകദേശം. അന്ന് നമ്മള് പാക്ക് ചെയ്തില്ലെങ്കിൽ ഹോട്ടലിൽ പിടിച്ചേക്കും. ഫുഡ് വന്നില്ലെങ്കിലും നിങ്ങൾ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കരുത്, ചായ എത്ര വേണമെങ്കിൽ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലുകാരുമായി ധാരണയുണ്ടാക്കി 6 ചായക്ക് 2 പൊറോട്ടയും ഒരു മുട്ടക്കറി മേടിച്ച് കഴിക്കും, ചായയുടെ ബില്ലെടുത്ത്. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് വേറെ വഴികളില്ല. ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും ഹീറോ ആണ്. അപ്പൊ ഞാനോ? എല്ലാരും ഗുമസ്തൻ എന്ന് പറയുമ്പോ വക്കീൽ ഗുമസ്തൻ ആ സംഭവം തന്നെയല്ലേ വരുന്നത്? വേറൊരു ഗുമസ്തൻ പറയാമോ? അല്ല, ഈ മാലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയാണ്? ഞാൻ ഇവിടെ നിന്ന് നോക്കുവായിരുന്നു. ജയ്സന്റെ നായകൻ എന്ന് പറഞ്ഞ് വെറുതെ കേട്ടോ, വേറൊരു പുലി വരായിരിക്കുന്നുണ്ട്. അവൻകായിട്ട് കാറടിക്കുള്ള നായകൻ ഇത് വെറുതെ പറഞ്ഞിട്ടുള്ള അറടിക്കുള്ള നായകൻ വരുന്നുള്ളൂ. ചേട്ടൻ ശാന്തം ചെയ്തു, പിന്നെ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് ചെയ്തു, എന്നിട്ട് പിന്നെ ഈ സിനിമയിലേക്ക് കുറച്ച് അധികം സമയം എടുത്തല്ലോ, അതെന്ത് പറ്റി? പടം തുടങ്ങിയാലോ വരാൻ പറ്റുമോ? ഈ പടമല്ല, സിനിമകള്. നമസ്കാരം, കൗമുദിയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഗുമസ്തൻ സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീമുണ്ട്. നമസ്കാരം. ഓക്കെ, ഈ ഗുമസ്തൻ എന്ന് പറയുമ്പോ വക്കീൽ ഗുമസ്തൻ ആ സംഭവം തന്നെയല്ലേ വരുന്നത്? വേറൊരു ഗുമസ്തൻ പറയാമോ? അല്ല, കാരണം കൂടുതൽ സിനിമയുടെ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചതല്ലാതെ എനിക്ക് കൂടുതൽ വിശേഷങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അത് ചോദിച്ചത് എന്താണ് ചോദിച്ചത്? ആണോ സിനിമയിൽ ഗുമസ്തൻ ആണ്. അപ്പൊ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള, ഇതിനകത്ത് പറഞ്ഞില്ലേ ബ്രൂട്ടൽ ക്രിമിനൽ ബിയോണ്ട് ലോ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ആളാണ്. മലയാളത്തിൽ പറയാം, ഭയങ്കര ക്രൂരമായിട്ടുള്ള ആളാണ്, ഒരു ഗുമസ്തനാണ്. സാധാരണ അങ്ങനെയൊക്കെ ഉണ്ട്. വക്കീൽ ഇപ്പോൾ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇയാളടുത്ത് റീച്ച് ചെയ്യാനൊക്കെ കൂടുതൽ കക്ഷികളായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്നത് ഗുമസ്തന്മാരായിരിക്കുമല്ലോ. രണ്ടും ഉണ്ട്. കാരണം വക്കീലിന്റെ അടുത്തൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഏതാണ് അഡ്വക്കേറ്റ് നോക്കി അവിടെയാണല്ലോ ചെയ്യില്ല. പിന്നെ വക്കീലിന്റെ കൂടെ എന്താ പറയുക, ഒരു സഹായിയായിട്ടാണ് സാധാരണ ഗുമസ്തന്മാരുണ്ടാവാറ്. അല്ല, അപ്പൊ കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഡീൽ ചെയ്യുന്നത് പുള്ളി ആയിരിക്കുമല്ലോ. അപ്പൊ പുള്ളിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം, അവിടെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ള ഒരു ആളായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണോ വരുന്നത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സാധാരണ വക്കീൽമാരെന്ന് പറയുമ്പോൾ ഗുമസ്തൻ എന്ന് പറയുമ്പോൾ എപ്പോഴും താഴെയുള്ള ഒരു ഒതുങ്ങിയതാണ്. ഇതൊരു ടെററായിട്ടുള്ളൊരു ഗുമസ്തനാണ്. ആണോ? അതാണ് ആളെ കാണുമ്പോൾ മനസ്സിലാവില്ലേ? അതായത് ഇദ്ദേഹം ഇന്ന് ഈ ഗുമസ്തന് ഏകദേശം ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം 16ാമത്തെ വയസ്സ് തൊട്ട് ഗുമസ്തപ്പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്യാരക്ടർ പേൾക്കാർ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. അപ്പൊ ദിലീഷ് പോത്തൻ ചെയ്യുന്ന തോമസ് വക്കീൽ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഗുമസ്തനാണ് വരുന്നത്. ഓക്കെ, ഷാജിച്ചേട്ടൻ പോലീസാണ്. ഞാൻ ഇവിടെ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി. ഇതിലെങ്ങനെയുള്ള പോലീസാണ്? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ അതോ കോമഡി ആണോ? എങ്ങനെയാ വരുന്നത്? ഞാന് സിനിമയില് കോമഡി ആകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പോലീസ് വേഷങ്ങൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ അയ്യപ്പനും കോശിക്ക് ശേഷം സ്ഥിരം പോലീസ് സംഭവങ്ങളാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ഈ പടത്തില് കുറച്ച് കുഴപ്പമില്ലാത്തൊരു റോളാണ്. ഈ പറയുന്നത് നല്ല വേഷമാണ്. ആ നല്ല വേഷം എന്ന് പറയുന്നത് സീരിയസ് ആണോ ഇതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഒരു നമുക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. ഷാജുവിന്റെ ഒരു നല്ല പെർഫോമൻസ്, നല്ല വേഷം ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ചേട്ടാ, ഇവര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഹീറോ വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമയിലെ ഹീറോ ആണോ? അല്ല സാർ, ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സും ഹീറോ ആണ്. അപ്പൊ ഞാനോ? എല്ലാവരും കാരണം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ സ്പേസ് ഉള്ളൊരു സിനിമയാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഈ സിനിമയുടെ കഥയെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഹീറോസാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചെറിയ പാട്ടാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നമുക്ക് സിനിമ കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഹീറോ വേഷങ്ങൾ ചെയ്ത എല്ലാവരും അല്ല ഈ സിനിമയിൽ എല്ലാവരും ഹീറോ വേഷങ്ങൾ ചെയ്തവരാണ്. ചെറിയ ക്യാരക്ടർ പടം തുടങ്ങുമ്പോൾ അവസാനിക്കുന്നവരുണ്ടെന്ന് മാത്രം. അത് ശരി, വളരെ ചെറിയ ക്യാമിയോ റോളാണ്. പക്ഷെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ഓക്കെ, വിജയൻ ചേട്ടാ
അങ്ങോട്ട് എത്തി. ഈ മാലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയാണ്? ഞാൻ ഇവിടെ നിന്ന് ആ ബ്രേസ്ലെറ്റ് ആണ് ഇത്ര നേരം എന്റെ ഉള്ള അട്രാക്ഷൻ. ഞാനത് കുറച്ച് ഭംഗിണ്ടായി പോയി, എന്ത് ചെയ്യും? അതുകൊണ്ടല്ല, ഈ മാലയ്ക്കും ബ്രേസ്ലെറ്റിന് എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ? അതെ, എന്റെ മോള് UK പഠിക്കുന്നത്. അപ്പൊ അവിടെ പോയപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷാനു എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഒരു ഗിഫ്റ്റ് തന്നു. ഓക്കെ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പഠിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ അടുത്തില്ലേ. ഓക്കെ. ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാ വരുന്ന സിനിമയില്? ഞാൻ ഹീറോ തന്നെയാണ്. ഹീറോ ആണ്. ഓക്കെ. ഗുമസ്തനാണ്, പോലീസാണ് എന്നൊക്കെ പറഞ്ഞു. നായകന്മാരും ഞാൻ ഗുമസ്തനാണ്, പോലീസാണ്, രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരനാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഗുമസ്തല് നല്ലൊരു ക്രൂ, നല്ലൊരു എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പൊ അവരോട് വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ എന്റെ ഡയറക്ടറോട് ഒളിച്ചു നിൽക്കുന്നുണ്ട്, പാവം. ഒളിച്ചു നിൽക്കുന്നു. പ്രൊഡ്യൂസർ അതിന്റെ പുറകെ നിൽക്കുന്നു. അതിന് പുറകെ ഒളിച്ചു നിൽക്കുന്നു. വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച്, വലിയൊരു ഭാഗ്യം. ഞാൻ നടനൊന്നുമല്ല, നമ്മൾ പന്ത് കളിക്കാരനാണ്. പക്ഷെ ഇത് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, ആ സെറ്റിൽ ചെന്നപ്പോഴാണ് എല്ലാവരും പരിചയമുള്ളവരും എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. കുറച്ച് ദിവസം നല്ല എൻജോയ് ചെയ്ത് പോയി. അതന്നെ ഒരു എൻജോയ് ചെയ്തതിന്റെ ഗുണം ഈ 27 പടം ഇറങ്ങുമ്പോൾ സ്ക്രീനിൽ കാണാം വരുന്നുണ്ട്. ഓക്കെ. ചേട്ടനെ ഞാൻ വന്നപ്പോഴത്തേക്കും ഈ കോസ്റ്റ്യൂം നോക്കുമായിരുന്നേ. ഇത് സ്പെഷ്യലായിട്ട് ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഡിസൈൻ ചെയ്തിട്ട് അല്ല, പോലീസ് വേഷം കണ്ടിട്ടേ ഒരു ഇത് ചേഞ്ച് ചെയ്യാൻ മൊത്തത്തിൽ. ശബരിമലയ്ക്ക് പോവാ. ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള ആദ്യത്തെ വാക്കെന്ന് പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും മാസമാണെന്ന് പറയും. കാരണം ഒരു പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോഴൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആണല്ലോ. കാര്യം പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലായി, ചിലപ്പോൾ മനസ്സിലായണ്ട. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നേരിടും ഈ പറഞ്ഞ. ഈ സിനിമ ഒരുപക്ഷെ അങ്ങനെയാണ്. കാരണം എന്നറിയാം, ജെയ്സിന് ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചൊരു കൊച്ചു സിനിമയായിരുന്നു. വളരെ ചെറിയൊരു സിനിമ. ജെയ്സാണ് ഹീറോ. ജെയ്സിന് ഹീറോ വെച്ച് ഒരു ചെറിയ സബ്ജക്റ്റ് വെച്ച് ഞങ്ങൾ സിനിമ ചെറുതായി തുടങ്ങി വെച്ച് കഴിഞ്ഞപ്പോൾ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മ. വിജയനൊക്കെ അറിയാലോ, പറയുന്ന ഈ ഫുട്ബോൾ കളി കാലം കൊണ്ട് അല്ലാതെ തമിഴ്നാട്ടിലെ വിജയന് വരെ കാലം കൊണ്ട് ചവിട്ടിയിട്ടുള്ള ആ പറയുന്ന അത്രയും ഒരു മാസ് വേഷങ്ങളിലും വലിയ വലിയ ഹീറോസിനോട് അഭിനയിച്ച അദ്ദേഹം പോലും ഒരു ചെറിയ ക്യാരക്ടറാണെങ്കിൽ പോലും എന്താണെന്ന് ചോദിക്കാതെ വന്ന് ചെയ്തൊരു സിനിമയാണ്. നമ്മളെല്ലാവരും ഇതുപോലെ സഹകരിച്ചൊരു സിനിമ ഉണ്ടാവില്ല. കാരണം ജെയ്സ് നായകനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊരു സിനിമയും അതിന് വേണ്ടി ഒരു കഥയും എല്ലാം രൂപപ്പെട്ട് വന്നപ്പോൾ സൗഹൃദങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുകയും അത് ഇപ്പോൾ ദൈവം സഹായിച്ച് ഇപ്പോൾ ആൻഡ്രോ ജോസഫ് കമ്പനി അത് ഡിസ്ട്രിബ്യൂഷൻ അവർ ചെയ്യുന്നു. ഇതൊരു വലിയ സിനിമയായി മാറുകയും അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഗ്രാഫ് ചെറുതായി തുടങ്ങിയ ഒരു സംഭവം. അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊരു പ്രധാന വേഷം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നെപ്പോലെ ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചേട്ടാ അടിപൊളി റോളാണെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, അടിപൊളി റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മാറ്റും. അതായത് ഈ അടിപൊളിയാണല്ലോ, ഇത് പള്ളി ചെയ്താൽ ശരിയാവില്ല, പുള്ളി ഒരു കാര്യം ചെയ്യും, മറ്റേ ആർട്ടിസ്റ്റ് വെക്കുമെന്ന് പറയും. അപ്പം ഞാൻ പറയും എൻ്റെ വേഷം നല്ലതാണെങ്കിൽ പറയണ്ട, അവിടെ മിണ്ടായിരുന്നാ തുടങ്ങാറാകുമ്പോൾ ഞാൻ വന്ന് ചെയ്തോളാം. പക്ഷെ പൂർണ്ണമായിട്ട് ആദ്യം തന്നെ സിനിമയിൽ പറഞ്ഞ് ഈ വേഷം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് പറയുമ്പോൾ അങ്ങനെ അമല് ഡയറക്ടറും ജെയ്സും അവരൊക്കെ ഉള്ള സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വേഷം നമ്മൾ ഏൽപ്പിക്കാൻ കരുതുക, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന വലിയൊരു ഇതാണ്. അപ്പം നമ്മുടെ ഒരു ടാസ്ക് കൂടിയാണ് ഈ സിനിമയിൽ ഈ വേഷം നന്നാക്കണമെന്നുള്ളത്. അപ്പം അതിനകത്ത് ഓരോരുത്തരും വന്നവരാരും ഇപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിൽ വെറുതെ വന്ന് അഭിനയിച്ചു പോലെ എല്ലാവരും, ഇപ്പോൾ അക്ബർ ആയാലും വിജയൻ ചേട്ടനായാലും പ്രശാന്ത് അലക്സാണ്ടർ ആയിക്കോട്ടെ, റോണി ആയിക്കോട്ടെ, അസീസ് നിർമ്മകനായിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററായിട്ട്. വിപിനാണ് അതിനകത്ത് പ്രധാന വേഷം ചെയ്തത് വേറെ. അപ്പോൾ അത്രയും ആൾക്കാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ സിനിമ നന്നായി വന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വലിയൊരു സിനിമയായി. ചേട്ടാ പറയൂ, ചേട്ടന് ഞാൻ പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ ജെയ്സന് നായകൻ എന്ന് പറഞ്ഞ് വെറുതെ കേട്ടോ, വേറൊരു പുലി വരായിരിക്കുന്നുണ്ട്. അവൻ കേട്ട് ആറടിക്കുള്ള നായകൻ, ഇത് വെറുതെ പറഞ്ഞിട്ടുള്ള ആറടിക്കുള്ള നായകൻ വരണുള്ളൂ. അതല്ല ജെയ്സൺ ചേട്ടന്റെ ഞാൻ ഈ 60 വയസ്സെന്ന് പറഞ്ഞപ്പോഴേ ആ പടത്തിൽ 60 വയസ്സെന്നാണ്. 10-28 എത്ര വയസ്സാണ് നിനക്ക്? 35. ചേട്ടാ നമ്മള് 29 കഴിഞ്ഞ വർഷം അതാണ്. ജെയ്സ് ആദ്യം 16 വയസ്സ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുവേണ്ടി ജെയ്സ് തൃശ്ശൂര് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇതിനുവേണ്ടി ബ്ലീച്ച് ചെയ്തു. അപ്പൊ ഞങ്ങൾ നോക്കിയിരുന്ന സമയത്ത് പഴയ ഫോട്ടോ ഇല്ലേ, നെഗറ്റീവ് പ്രിന്റ് എടുത്തിട്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്. ആ കറക്റ്റ് നെഗറ്റീവ് ആയിട്ടായിരുന്നു. അതെങ്ങാനും മാറി പിന്നെ കളർ പച്ചയായി
മാറി ഇത് ശരിയാവുന്നവരെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ സിനിമ തുടങ്ങിയത്. അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രിപ്പറേഷൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. ബിബിൻ പറയേണ്ടത് ചേട്ടാ ഷവർമയുടെ മണമാണല്ലോ തലേക്ക്. അല്ല ജെയ്സൺ ചേട്ടൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടതായിരുന്നേ. അതായത് സിനിമേനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളിപ്പോ നായകനാവാൻ വന്നു നമ്മൾ സ്നേഹിക്കുന്ന ആള് അല്ല പണ്ട് ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരാള്. ദുബായിലെ നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ സിനിമയിലെ ആ അപ്പൊ സിനിമ കാണാൻ വേണ്ടി പണ്ട് മുഖത്ത് എന്തൊക്കെയോ തേച്ച് അതൊക്കെ അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട്. ഇവർക്കറിയാമോ? ഇതൊക്കെ എവിടെ പറഞ്ഞു? ദുബായിലെ മരുഭൂമിയിൽ കിടന്ന് പറയുമ്പോ കഷ്ടപ്പെട്ടല്ല, ഡെസേർട്ട് സഫാരി നടത്തി അവിടെ കിടന്ന് മറിഞ്ഞു കഴിഞ്ഞ ആ ലോകം എല്ലാം വിട്ട് സിനിമയ്ക്ക് വേണ്ടി വന്നൊരാളാണ്. വന്നു കഴിഞ്ഞ് തുടക്ക കാലഘട്ടങ്ങൾക്ക് ഗൾഫുകാരെന്നുള്ളൊരു പുതുമോടി ഉണ്ടാവും. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പഴയ സ്കോച്ചുകളും കാര്യങ്ങളൊക്കെ കുറെ വേഷങ്ങളൊക്കെ അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് നടനാവാൻ ശ്രമിക്കുമ്പോഴാണ് ആരും പുറകെ ഉണ്ടാവില്ല, പിന്നെ ആർക്കും വേണ്ട. അയ്യോടാ പാവം ജെയ്സ്. പക്ഷെ അന്നൊന്നും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടെ ഇരിക്കുന്ന എല്ലാവരും നല്ല എന്താ പറയാ സൗഹൃദങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ആ സൗഹൃദം ആണ് ഈ സിനിമയുടെ മുതൽക്കൂട്ട്. അതാണ് എന്റെ പ്രത്യേകത. ചേട്ടാ അപ്പൊ ഈ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് സിനിമയിൽ സസ്റ്റെയിൻ ചെയ്തു പോവാനേ, അതായത് നമ്മൾ നല്ല റോളുകൾ ചെയ്തു, ഒരു 2-3 മൂവികൾ ചെയ്തു, പക്ഷെ സൗഹൃദം ഉണ്ടെങ്കിലാണോ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു എല്ലാവരും കഴിവുള്ളവരാണ്. നമ്മളിപ്പോ ഇപ്പൊ വൈകുന്നേരം ഒരുപാട് ഫ്രണ്ട്സ് കണ്ടുപിടിക്കുന്നവരുണ്ട്. ഇവരൊക്കെ നല്ല നടന്മാരാണ്. നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും സിനിമ ചെയ്യുന്നവരാണ്, പക്ഷെ എല്ലാ സുഹൃത്തുക്കളും സിനിമകളും നമ്മളില്ല. അങ്ങനെ സൗഹൃദം മാത്രമല്ല, ഭാഗ്യം ലക്ക് ഭയങ്കര ഫാക്ടറാണ് സിനിമയ്ക്കകത്ത്. അഭിനയിക്കാറിയണം. അത് പുള്ളി അഭിനയിക്കാൻ എന്റെ കൂടെ കുറെ സൗഹൃദം അല്ല കുറെ പേരുണ്ട്. അപ്പൊ അവരെ കുറിച്ച് പന്തളിപ്പിക്കാൻ പറ്റും. അത് പറ്റില്ല. കാരണം എന്തെങ്കിലും വേണ്ടേ? അത് വേണം. അല്ല ഓക്കെ. ചേട്ടൻ ശാന്തം ചെയ്തു, പിന്നെ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് ചെയ്തു, എന്നിട്ട് പിന്നെ ഈ സിനിമയിലേക്ക് കുറച്ച് അധികം സമയം എടുത്തല്ലോ. അതെന്ത് പറ്റി? പടം തുടങ്ങിയാലോ വരാൻ പറ്റുമോ? ഈ പടമല്ല, സിനിമകള് സാധാരണഗതിയിൽ ഭീകരന്മാരായ റോളുകൾക്ക് ചേട്ടൻ കാസ്റ്റ് ചെയ്യാം. പക്ഷെ ശാന്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയാണ്. അതായത് വളരെ ശാന്ത ആള്, വളരെ പാവമായിട്ടുള്ള ചേച്ചേട്ടനെ കുറിച്ച് എല്ലാവരും സൗഹൃദങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും പറയുമെങ്കിലും ശാന്തം അപ്പൊ അതുമായിട്ട് സെറ്റാവുന്നില്ല. കാരണം ഭീകരമായിട്ടുള്ള വില്ലൻ എല്ലാ സംഭവങ്ങളായി. വിജയേട്ടൻ കഴിഞ്ഞ വിജയുടെ കൂടെ പടം ചെയ്തതായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞില്ല എന്താ ഇത്രയും ലേറ്റ് ആയതെന്ന്. ഈ സിനിമയ്ക്കല്ല, സിനിമകളിലേക്ക്, മലയാള സിനിമകളിലേക്ക്. ഞാന് ഇപ്പൊ ഇടിയൻ ചന്തു ഇപ്പൊ പുതിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, വരാൻ പോകുന്നുണ്ട്. അല്ല വിജയൻ ചേട്ടൻ ഇതൊരു സംഭവമായിട്ട് എടുക്കാറില്ല. കാരണം വിജയൻ ചേട്ടന്റെ പ്ലോട്ട് വേറെയാ. വിജയൻ ചേട്ടൻ സിനിമ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുമ്പോ വിജയേട്ടന് അത്ര ഇഷ്ടമുള്ള ഒരു ടീം, അത്രയ്ക്കും ഇതാണ് വിജയേട്ടന് താല്പര്യമുള്ള കാര്യം മാത്രമേ ചെയ്യുള്ളൂ. അല്ലാണ്ട് സിനിമയ്ക്ക് അല്ലല്ലോ വിജയേട്ടന്റെ പ്രൊഫഷൻ. അതുകൊണ്ടാണ് വിജയേട്ടൻ ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. വിളിക്കാറുണ്ട്, വിളിച്ച ചിലപ്പോൾ അങ്ങനെ വിളിച്ചാലൊന്നും വിളിച്ചാലും കമ്പനി ഉണ്ടെങ്കിലേ പോകുള്ളൂ. അല്ലാതെ പോകുന്ന പരിപാടിയില്ല. കാശിട്ടേലൊക്കെ പോകും. എങ്ങാനും സ്മെല്ലുകാർക്ക് വിളിച്ചാലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞിട്ട് സ്നേഹം കൊണ്ട് ചെയ്താന്ന് എല്ലാരും സ്നേഹം കൊണ്ട് വിളിക്കേ. അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഇനി സ്നേഹം കൊണ്ട് വിളിക്കാം. സ്നേഹം കൊണ്ട് വിളിക്കണ്ട, സ്നേഹം കൊണ്ട് വിളിച്ചോളൂ. പക്ഷെ പോകുന്ന സമയത്ത് റെമ്യൂണറേഷൻ തന്നാ മതി അല്ലേ? സ്നേഹവും ഗൂഗിൾ പേയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പുതിയ കാലഘട്ടത്തിന്റെ അല്ലേ? അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ചേട്ടന്റെ വിക്കിപീഡിയ ജസ്റ്റ് ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 95-ലാണല്ലോ സ്റ്റാർട്ടിങ് വരുന്നത്. അത് കഴിഞ്ഞ് 2000 വരെ കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. 2000 കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സിനിമകൾ കുറഞ്ഞു. പിന്നെ 2011 തുടങ്ങി വീണ്ടും ആ ഗ്രാഫ് ചിത്ര പറഞ്ഞപ്പോഴറിയാം. അതിന്റെ ഗ്രാഫ് വരെ അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ ഗ്രാഫിനെ എടുത്തില്ല. അല്ല അത് ചേട്ടൻ ഇപ്പോഴും അറിയുന്നല്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയാം? ഇല്ല അതല്ല, ഞാൻ പറയാം. എന്നാ എന്തുകൊണ്ടാ? അതൊന്നുകൊണ്ടല്ല, ഇടയ്ക്ക് കുറച്ചേ സീരിയലിലേക്ക് പോയി. കാരണം ഇവിടെ ഒന്നും കാര്യമായിട്ട് വലിയ ഗുണമില്ല. കാരണം എല്ലാറ്റിലും നായകനാണ്. പക്ഷെ നായകന്റെ പേര് ചോദിച്ചാൽ എനിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. കാരണം നായകന്റെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. 4 പേര്. അന്നത്തെ പുതിയ ജനറേഷൻ സിനിമ പോലെ 4 പേര്. മിമിക്രി സിനിമകൾ കൂടുതൽ അങ്ങനെയുള്ള സിനിമകളായിരുന്നു. അപ്പം അതിനകത്ത് നമുക്കൊരു
ഒരു ഫലമുള്ള 2 സിനിമകളാണ്. ഒന്ന് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളിലാണ് ഞങ്ങളെല്ലാവരും ഉണ്ടായത്. കോട്ടയം നസീർ, ഞങ്ങളെല്ലാവരും കുറേ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് വലിയ വലിയ സിനിമകൾ വേറെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ സീരിയൽ അന്ന് വലിയ തരംഗമായിരുന്നു. കുറച്ച് കാലം അങ്ങ് സീരിയലിൽ പോയി. അവിടെ നായക വേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങ് അരങ്ങ് വാഴുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സ്ത്രീ, ചാരുലത, മറ്റേ ശാരദ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഹിറ്റുകളായിരുന്നു. അപ്പൊ അവിടെ സുഖം പിടിച്ചപ്പോൾ കുറച്ച് കാലം അവിടെ നിന്നു. പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. സീരിയലിൽ കുടുംബമായിട്ട് ഒരു തുടങ്ങി കഴിഞ്ഞ 2-3 കൊല്ലം അങ്ങ് പോകും. സുഖം പിടിച്ചെന്താ അറിയോ? ഡെയിലി പേയ്മെന്റ് അല്ല, വൈകുന്നേരം ഇത് സിനിമയിലെ പ്രൊഡ്യൂസറെ വിളിക്കും, തരുമോ? ഇതാവുമ്പോ കഴിഞ്ഞ അങ്ങനെ അതിന് സെറ്റിലായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പിന്നെ വീണ്ടും ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ വന്ന് അങ്ങനെ ആക്കി ഇപ്പം സിനിമകളും മാത്രമായിട്ട് അത്യാവശ്യം വരുന്നതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഓടിയിട്ട് വേണം സീരിയലിലേക്ക് പോകണോ, സിനിമയിലേക്ക് പോകണ ഒരു തീരുമാനം എടുക്കാനായിട്ട് അല്ലേ? ഷാജി ചേട്ടന്റെ പണ്ടത്തെ സിനിമകൾ കുറേ എനിക്ക് ഒരു കോരപ്പൻ ദി ഗ്രേറ്റ് ഒക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു കേട്ടിട്ടില്ലെന്നോ അല്ലേ? 95 തുടങ്ങിയതാണ് അല്ലേ? എനിക്ക് ആ സിനിമ സമയത്ത് അതായത് ഒരു 3-4 ഹീറോസ് ഒരുമിച്ച് ഇപ്പൊ കോട്ടയം നസീർക്കയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ബൈജു ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെ അതുപോലെ തന്നെ വേറൊരു സിനിമ തൂവാലത്തുമ്പികളല്ല, പൂത്തുമ്പിയും പൂത്തുമ്പിയും പൂവാലന്മാരും മാറിപ്പോയത്. തുമ്പി വന്നപ്പോഴേ തൂവാനത്തുമ്പിള് വേറെ പടം. അത് വേറെ അതെന്താ രഹസ്യം പറയണേ? എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ചേട്ടാ എന്താ രഹസ്യം പറഞ്ഞു? അത് രഹസ്യമായിട്ട് തന്നെ അതെന്നോട് കൂടി മണ്ണടിയിട്ട് ആ രഹസ്യം ഇവിടത്തോട് മണ്ണോട് ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ 4 പേര് അല്ലെങ്കിൽ കുറെ അധികം ഹീറോസ് ഉള്ള കുറെ സിനിമകളിൽ ചെയ്തതാ. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു അത് അത്രയും നാള് ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ പിന്നെ കുറച്ച് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അങ്ങനെ പോകുന്ന സിനിമകൾ മലയാള സിനിമകളിൽ നിന്ന് മാറി ഇതുപോലെ ഒരുമിച്ച് കുറെ ഹീറോസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ? അതെനിക്ക് തോന്നുന്നു മലയാള സിനിമയിലുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു. അന്ന് എല്ലാ പടങ്ങളും ഹിറ്റുമായിരുന്നു. ഈ പറയുന്ന ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നത് എന്തെങ്കിലും ഒരു സിനിമ തോന്നും. പക്ഷെ അന്ന് എല്ലാം 100 ദിവസം ഓടിയ സിനിമയാണ്. അപ്പോൾ മിമിക്സ് ആക്ഷൻ 500 11 മക്കളാണ്. 11 മക്കളെന്ന് വെച്ചാൽ മക്കള് മ്യൂക്രിക്കാരെല്ലാവരും അവരവർ പെർഫോം ചെയ്യുമ്പോൾ നന്നാവുന്ന കാണുമ്പോൾ അവരെ മക്കളാക്കും. അങ്ങനെ 11 മക്കളുമായി. 11 മക്കൾ തമ്മിൽ ഒരു ബന്ധമില്ല ഫേസിൽ. നന്ദുപ്പതുകള്, നാരായണൻകുട്ടി ചേട്ടൻ, ഞാൻ, കോട്ടയം നസീർ, അങ്ങനെ ഒരു ലിസ്റ്റാണ് വെച്ചിരിക്കുന്നത്. 11 പേര്. അപ്പോൾ 11 പേരിൽ നിന്നും നമ്മളന്ന് ഒരു റൂമിൽ അന്ന് ഈ പറയുന്ന രീതിയിൽ കോസ്റ്റ്യൂം നമ്മൾ തന്നെ കൊണ്ടുവരണം. മേക്കപ്പ് സിനിമയിലെ കോസ്റ്റ്യൂം നമ്മൾ കൊണ്ടുവരണം. ഒരു ലോഡ് ചാക്കുമായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അന്ന് അങ്ങനെ ബഡ്ജറ്റ് അത്രയേ ഉള്ളൂ സിനിമയിൽ. പിന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അത് കഴിയുമ്പോൾ കടപ്പാടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. പക്ഷെ പിന്നെ കടമായിട്ട് വീട്ടിൽ പോകുന്നു. പക്ഷേ ഈ പറയുന്ന സംഭവത്തിനകത്ത് നമ്മൾ വരുമ്പോൾ അന്ന് നമ്മൾ ഒരു വാനിൽ എല്ലാവരും കൂടെ കുത്തിക്കയറ്റി നമ്മൾ ഷൂട്ടിങ്ങിന് പോകും. ഇന്നിപ്പോൾ നമുക്കൊരു ഇന്നോവയിലൊക്കെ നമുക്ക് ഒരു സീറ്റ് കയറി ഈ 11 പേരിൽ നമ്മൾ ഒരു റൂമിൽ 4 പേരൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതല്ല. അത് 4-ൽ നിന്ന് 2ആയി, 2-ൽ നിന്നും 1ആയി. അങ്ങനെയുള്ള കരിയറിലുള്ള മാറ്റം നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങുന്നത്. കാരണം നമുക്ക് സൗകര്യങ്ങൾ കോസ്റ്റ്യൂം വീട്ടിൽ കൊണ്ടുപോകും ചെയ്യാം. പിന്നെ കോസ്റ്റ്യൂം കിട്ടി തുടങ്ങി. അന്ന് എല്ലാ ദിവസവും രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയും ചെറുപയറും കഞ്ഞിയുമാണ് സിനിമയുടെ ഒരു അല്ല. ഇപ്പോ ചിക്കൻ ഫ്രൈയും സാലഡ്സും ഇഷ്ടമുള്ള മെനു ഒക്കെ ചോദിക്കുകയൊക്കെ തുടങ്ങുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കാലം. പക്ഷെ അന്ന് സ്ഥിരമായിട്ട് എന്നും സിനിമയിലുള്ള ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചിക്കൻ കറി മാറി മുട്ടക്കറി വന്നാൽ രാത്രി പടം നിൽക്കാൻ പോണെന്ന് അർത്ഥം. ഏകദേശം അന്ന് നമ്മൾ പാക്ക് ചെയ്തില്ലെങ്കിൽ ഹോട്ടലിൽ പിടിച്ചേക്കും. മുട്ടക്കറി വന്നടാ. അപ്പൊ എന്താ വെച്ചാൽ പ്രൊഡ്യൂസറിന് പൈസ ഇല്ല, നിൽക്കാനുള്ള പരിപാടികളിലേക്കുള്ളത്. ഇന്നിപ്പോ എങ്ങനെയല്ല, ഇന്ന് അതൊരു വെറൈറ്റിയാണ് മുട്ടക്കറിയൊക്കെ. പക്ഷെ അന്ന് ഞങ്ങള് കാത്തിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങളോട് പറയും ഫുഡ് വന്നില്ലെങ്കിലും നിങ്ങൾ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കരുത്, ചായ എത്ര വേണമെങ്കിൽ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലുകാരുമായി ധാരണയുണ്ടാക്കി 6 ചായക്ക് 2 പൊറോട്ടയും ഒരു മുട്ടക്കറി മേടിച്ച് കഴിക്കും, ചായയുടെ ബില്ലെടുത്ത്. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് വേറെ വഴികളില്ല. കാരണം അത്രയേ ഉള്ളൂ പൈസ. പിന്നെ KL 795 എറണാകുളം നടത്തുന്ന സിനിമയില്ല. ഞങ്ങൾ എൻജോയ് ചെയ്താണ്. ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ്.
എല്ലാവർക്കും ഒരു ഓട്ടോ തന്നിരിക്കുക. അപ്പൊ ഞാൻ രാവിലെ കാക്കി ഷർട്ടിട്ട് ഓട്ടോയിലാണ് ലൊക്കേഷൻ പോണത്. ഞാൻ ഓടിച്ചു പോണം. അപ്പൊ നമ്മൾ ഓടിക്കാൻ പഠിച്ചു. നമ്മൾ പഠിച്ച ലൊക്കേഷൻ പനമ്പിളിൽ നിന്ന് കടവന്ത്രയിൽ അങ്ങോട്ടേക്ക്. അപ്പൊ രാവിലെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യണം, നായകന്മാരൊക്കെ അങ്ങ് പോവുക. പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി നിൽക്കുന്നു. അങ്ങനെ ഒരു കാര്യം, ഒരു രസമാണ്. അതിന് ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ നാളെ ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യും. അതല്ലാന്ന്. പക്ഷെ ഇപ്പൊ പൈസ ഉണ്ട് ഇല്ല എന്ന് പറയില്ല, പടത്തിന് പൈസ ഉണ്ട്. പക്ഷെ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞ വേറെ റേഞ്ച് അല്ല, നല്ലൊരു രസം, മറക്കാൻ പറ്റാത്ത സത്യം. അതുകൊണ്ട് ഇപ്പൊ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ കുറെ പടത്തിൽ അഭിനയിച്ചുമ്പോ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒന്നും ഓർമ്മ, അത് ഓർമ്മ. പക്ഷെ അത് ഓർമ്മ ഉണ്ടാവില്ലേ. സൗകര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അതിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. കാരവണില്ല, നമ്മളെല്ലാവരും ഓട്ടോ നമ്മൾ ഒരുമിച്ച് പോയി. പക്ഷെ നമ്മുടെ അവിടെ അതുപോലെയായിരുന്നു. കാരവൻ ഉണ്ടായിട്ട് ഒരാൾ പോലും കാരവനിൽ കയറിയിട്ടില്ല. ഇല്ല, റൈറ്റർ മാത്രം, റിയാസ് മാത്രം കാരവനിൽ കയറി. നിങ്ങൾ ഈ സിനിമയിൽ ആരും കേറിയില്ല. കാരവൻ ഉണ്ടായിരുന്നു ഞാൻ പടം കഴിഞ്ഞപ്പോഴാണ്. ഞാനിപ്പോഴറിയാം.